ഹായ് ഗായ്സ്. ഹായ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. എവിടെയാണ് സ്ഥലം എന്ന് ഇപ്പോഴും പറയുന്നില്ല. ഡെസ്റ്റിനേഷൻ നമുക്ക് അവിടെ എത്തുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് ആദ്യം പോകണം. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ കണ്ണൂരിലേക്ക് പോകണു. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നടക്കടാ അങ്ങോട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലഗേജസ്. അപ്പോൾ പോയിട്ട് വരാം. ബൈ 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 ബൈ. അങ്ങനെ നമ്മൾ വണ്ടി കയറി വേഗം കണ്ണൂർ എയർപോർട്ടിലേക്ക് പോവുമായിരുന്നു. പക്ഷേ ഒട്ടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഒരു 1-1.5-2 മണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു. അങ്ങനെ ഞങ്ങൾ ആ ടൈം കാൽക്കുലേഷനൊക്കെ തെറ്റി. ഞങ്ങൾ എന്നിട്ട് എങ്ങനെയൊക്കെയോ ഓടിക്കരിച്ച് അവിടെ എത്തി. അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ഓടി ടൈമില്ലാണ്ട് ഓടി എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. പക്ഷെ ഇപ്പം നമ്മൾ സെറ്റിലായി എല്ലാം. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ കളിയാക്കി എല്ലാവരും കൂടെ. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കണോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകണു, മാത്രമേ ഉള്ളൂ. എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ കൺസെറ്റലായി. ഇനി ഫ്ലൈറ്റ് കയറിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഫുഡ് കഴിച്ചു. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ ടെൻഷൻ തുടങ്ങി. കാരണം കയറാനായോ, ഫ്ലൈറ്റ് എത്തിയോ, എവിടുന്നാണ് കയറുക, ഫുള്ള് മൊത്തത്തിലൊരു വെപ്രാളായിരുന്നു. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറി നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. ഫസ്റ്റ് ടൈം ഫ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണാമെന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയോ ആണല്ലോ. എന്നിട്ട് എനിക്കിത് കയറുമ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഫ്ലൈ ചെയ്യാൻ പോവാന്ന്. ആ മുന്നിൽ കാണുന്ന ചേട്ടൻ നമ്മുടെ ഫോളോവറാട്ടോ. എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന്. എനിക്ക് വിൻഡോ സീറ്റ് തന്നു. എൻ്റെ സീറ്റ് ആക്ച്വലി ഇതല്ല, കൃഷ്ണൻ്റെ സീറ്റ് ആയിരുന്നു തോന്നുന്നു. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അങ്ങനെ ഈ ഷോട്ട് ഞാൻ എടുത്ത് വയ്ക്കണമെന്ന് കരുതിയത്. കാരണം ഇത് ഫസ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ എന്താ നമുക്ക് എക്സ്പീരിയൻസ് അറിയില്ല. ഇത് ടേക്ക് ഓഫ് ആണ്. ഭയങ്കര ടെൻഷനോ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളൊരു 2 മണിക്കൂറല്ല 3 മണിക്കൂറോളം ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റു. നമ്മളവിടെ ഡൽഹി എത്തി. എന്നിട്ട് നേരെ ലഗേജസൊക്കെ കളക്ട് ചെയ്തിട്ട് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയിരുന്നു. ഗൈസ്, നമ്മൾ അങ്ങനെ ഇപ്പോൾ ഡൽഹി എത്തി. റൂമിലാണ് അരമുട്ടണു. 1 മിനിറ്റ്. അപ്പം നമ്മളിപ്പോൾ ഒരു തൽക്കാലം ഒരു റൂം എടുത്തതാണ്. ഇപ്പോൾ ടൈം എത്രയായി? 2:51. 3 മണിയായി. ഇനി നമുക്ക് ടൈം ഒന്നുമില്ല. 3 മണിയായി. 6 മണിയാകുമ്പോഴേക്കും നമ്മളിവിടുന്ന് ഇറങ്ങും. ഇനി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. തൽക്കാലത്തേക്ക് റൂം എടുത്തതാണ്. ഇത് മതി. ആക്ച്വലി നമുക്കൊരു ഫ്രഷ് ആവേണ്ട ഇത് മാത്രമേ ഉള്ളൂ. റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് മുറി. വലിയ കുഴപ്പമില്ല. ഇതിനെ ഇവിടുത്തെ ഫ്രീ കിട്ടിയതാണ്. ഇതിനെ നമ്മളിവിടെ ഇട്ടിട്ട് പോവും. ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. നമ്മളെ സ്ഥലം നാളെ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളൊന്നും ഉറങ്ങി എണീറ്റു. ഭയങ്കര ക്ഷീണമുണ്ട്. നമ്മളീ നല്ലോണം ഉറങ്ങാത്ത ജസ്റ്റ് ഉറങ്ങി എണീക്കുമ്പോഴേ ഭയങ്കര ക്ഷീണം. അപ്പം എണീറ്റിട്ടുണ്ട്. 6 മണിയായി. എന്നെ ട്രോള് അവിടുന്ന്. എന്റെ നാവൊക്കെ കുഴയാ. ഉറക്കം വന്നിട്ട് ഇവിടെ 2 എണ്ണണ്ടല്ലേ ഭയങ്കര. കിടന്നുറങ്ങണമെന്ന് ഇങ്ങോട്ടാണ് എണീറ്റാണ് ഇതിന്റെ തല വിട്ടേ. എണീക്കണം. ഈ 2 കുരിപ്പൾ എന്നെ സമാധാനം തന്നിട്ടില്ല. എൻ്റെ ഇപ്പം ജസ്റ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ഫേസൊക്കെ കഴുകി ഇനി പിന്നെയും സൺസ്ക്രീൻ ഇതൊക്കെ ഇട്ടിട്ട് പോകണം. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഫ്ലൈറ്റ് 2 മണിക്കൂറേ ഉള്ളൂ. അപ്പം നേരെ ഫുഡ് കഴിക്കുക, ഫ്ലൈറ്റ് കയറുക, ഒന്നുകൂടി ഉറങ്ങുക, പിന്നെ അവിടെ പോയിട്ട് ലാൻഡ് ചെയ്യുക.
അത്രേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ ഇന്ന് ഈ വീഡിയോക്ക് ശേഷം ആരെങ്കിലും ഈ ലിപ് ഷെയ്ഡ് വെച്ചാൽ അടിക്കും ഞാൻ. ഇത് ഫേസ് സ്കാനിന്റെ കോംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്കിന്റെ എന്താണ് കൊക്കോ ക്രഷ് 07 എന്ന് പറയുന്ന ഷെയ്ഡാണ്. അവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് പറയാം. കൊക്കോ ക്രഷ് 07 എല്ലാ വെബ്സൈറ്റിലും കിട്ടും. ലിങ്ക് ഞാൻ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാം, ഏതെങ്കിലും വീഡിയോയില് ഷോർട്സിലോ എന്തെങ്കിലും ഒക്കെ ആയിട്ട്. ഇനി ചോദിക്കരുത്, ഇൻസ്റ്റയിലും യൂട്യൂബിൽ തന്നെ ചറ പറ എല്ലാ വീഡിയോയിലും ഇതാ. അതെ അതെ ആരാധകര് ചന്ദ്രൻ, ഇതാണ് ഷെയ്ഡ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്കും സൺസ്ക്രീൻ ടു ലിപ്സ്റ്റിക്കും ലിപ് ബാമും പിന്നെ അത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നേരെ ഫ്ലൈറ്റ് കയറി കിടന്നുറങ്ങാനുള്ളല്ലോ. എന്തിനാ വെറുതെ, നല്ല ലിപ്സ്റ്റിക് വേണത്തെ. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് മാത്രമായിട്ടല്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിൽക്ക് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഫ്ലോർമറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് കൂടി. ഇതാണ് ഷെയ്ഡ്. എൻ്റെ നമ്പർ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് എൻ്റെ നാത്തൂൻ സമ്മാനിച്ചതാണ്. സോ ഇതിൻ്റെ ശ്രീകുട്ടി ശ്രീകുട്ടി ചേച്ചി എന്ന് ഞങ്ങളെ വിളിക്കും. ശ്രീലക്ഷ്മി എന്നാണ് പേര്. ദുഫാൻ എനിക്ക് കൊണ്ട് തന്നതാ. അപ്പൊ ഇതിന്റെ ലിങ്ക് ചോദിക്കരുത്, എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ ഇടുമ്പോ ഒരു ഡബിൾ ഷെയ്ഡ്, ഉള്ളിലൊരു പിങ്കും പുറത്തൊരു ഡാർക്കും ആയിട്ട് കിട്ടും. എനിക്ക് ഇങ്ങനെ ഇടാൻ കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ മുകളിലും തടവും വരുത്തിക്കണം. ഇങ്ങനെയൊക്കെയാണ് ക്യൂട്ടായി. അപ്പൊ ഇത്രയുള്ളതിന് മുടി കെട്ടുന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ ഈ റൂമിനോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. റെഡിയായി, കണ്ണൊന്നും എഴുതിയില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോയി. ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. ആകെ 3 മണിക്കൂറല്ലേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. 8:45 ഡൽഹി എയർപോർട്ടിൽ വന്നു. ചെക്ക് ഇൻ ചെയ്തു, കയറി. അതിനുശേഷം വിശന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട വന്നത്. എവിടെയും ഫുഡില്ല എന്ന് അവർ പറഞ്ഞത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആ ടൈമിൽ ആവില്ല. ഞങ്ങൾ 6:30 ആകുമ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡൽഹി എയർപോർട്ടിലുണ്ട്. ഇവിടുന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഐശ്വര്യമായി KFC വെച്ച് തുടങ്ങാമെന്ന് കരുതി. വേറെ ഒന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. സോ KFC ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി 10:50 ആണ് ഫ്ലൈറ്റ് ഡിപ്പാച്ചർ. അപ്പം 2 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. ഉറങ്ങുന്നു, അവിടെ ചെന്ന് ഇറങ്ങുന്നു, ഫുഡ് കഴിക്കണു, റെസ്റ്റ്. പിന്നെ ഈവനിങ് നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നേ ഉള്ളൂ. ഡിസപ്പോയിൻറ്റഡ് ഗൈസ്. ഞങ്ങൾ ഉദ്ദേശിച്ചത്ര ഉണ്ടായില്ല. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ഇനിയും വാങ്ങും അല്ലേ. പാവം എൻ്റെ കുട്ടി, ശങ്കട എൻ്റെ കുട്ടിക്ക്. KFC ഫുഡാണ്, നല്ലതാണ്. പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല. KFC കഴിച്ചു. അങ്ങനെ ഞങ്ങളെ ഡെസ്റ്റിനേഷനിലേക്കുള്ള 2ാമത്തെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. ഇത് പിന്നെയും കുറേ സമാധാനത്തിലായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് അമ്മയെ കണ്ണൂരിൽ നിന്ന് ഡൽഹിക്ക് വന്നത് ഓർത്തിട്ട് ഞങ്ങൾ ആ വണ്ടിയിലിരുന്ന് അത്രയും ടൈം ടെൻഷനായിരുന്നു. നമ്മളൊരുമിച്ച് मोबाइल फोन लाई फ्लाइट सेफ मोड में रखी दिनोला साथ ही ये उड़ान काचप कारत वर्ष जहाज दिखे कुछ आपको अपना कोई पास हो. അപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് പ്ലെയിനിൽ ഫുഡ് ട്രൈ ചെയ്യണത്. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത്രയാണ്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഒരു കേക്ക് ഉണ്ട്, പിന്നെ ഒരു ബട്ടർ ബണ്ണ് കോംബോ ഉണ്ട്, പിന്നെ ഒരു മീലുണ്ട്, നോൺ വെജ് മീലാണ്. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ്. റൈസ് ശോകമാണ്.
നോൺ വെജാണ് പറഞ്ഞത്. വെജ് കുഴപ്പമില്ല എന്ന് അവർ പറയുന്നുണ്ട്. നോൺ വെജ് രക്ഷയില്ല. ഒരു പനീർ എന്തോ ഉദ്ദേശം തോന്നുന്നു, പക്ഷെ അറിയാം അതൊരു മോരുകറീൻ്റെ ടേസ്റ്റ് ആണുള്ളത്. അതും ഈ റൈസും തീരെ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഗൈസ്. ഇതാണ് വിൻഡോ സീറ്റും പിടിച്ചിട്ട് അവിടെ ഇത് കാണാന്ന് കരുതി സീന്. ഒരുത്തൻ കണ്ണിട്ട് ഉറങ്ങുന്നുണ്ട്. പാവൻ ഇഷ്ടമായിട്ട് ഇവിടുന്ന് ഏന്തി വലിഞ്ഞൊക്കെ നോക്കുന്നു. അപ്പം ഗൈസ് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിലാണ്. അപ്പോൾ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയാണ് സ്ഥലം എന്ന്. പക്ഷേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ്. എവിടെയാണ്? നേപ്പാൾ. അങ്ങോട്ട് പോ. അപ്പം നേപ്പാളിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലാണുള്ളത്. നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ കാഠ്മണ്ഡു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അഫ്ല എന്ന് പറഞ്ഞ ചേട്ടുണ്ട്, മൂപ്പര് വന്ന് ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഏജൻസി വന്നിട്ടുണ്ട്. ഈ ചേട്ടനാണ് നമ്മുടെ മെയിൻ. മൂപ്പരാണ് എല്ലാം സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ ഇവിടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഗൈസ് നമ്മൾ റൂമിലെത്തി. വെൽക്കം ഹോം ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. ഈ ഒരു വ്യൂ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പൊളിച്ചാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞു റൂമാണ്, ബട്ട് നല്ല എനിക്കിഷ്ടമായി, ക്യൂട്ടാണ്. നല്ലൊരു മിററൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ. സമാധാനമുള്ളത്. അതെ. എന്നാ ഭയങ്കര കൊച്ചി പിടിക്കുന്ന തണുപ്പും അല്ല, ആ വെയിലുമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട്. ശരിക്കും ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. താഴത്തെ ഫ്ലവർ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ പൊളിച്ചേനെ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇങ്ങോട്ടുള്ള വ്യൂ. ഇതാണ് നമ്മുടെ റൂം. തണുപ്പ് വെള്ളം. ഗൈസ്, ഇത് നിങ്ങൾ നേപ്പാൾ വരികയാണെങ്കിൽ ഈ കടയുടെ പേര് പാറു തക്കാളി എന്നാണ്. ഈ കട എന്നല്ല, ഏതെങ്കിലും കടയിൽ കയറിയിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റൈറ്റാണ്. ഇത് ലക്കാണോ എന്താ പറയുക, അൺലക്കാണോ എന്ന് പറയാൻ പറ്റില്ല. ഇത് യാക്കിൻ്റെ സൂപ്പാണ്, യാക്ക് ബോൺ സൂപ്പാണ്. ഞങ്ങൾ 2 ഓർഡർ ചെയ്തു, പക്ഷേ ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ഈ സാധനം കിട്ടണമെങ്കിൽ അടുത്ത കൊല്ലാവണമെന്നാണ് പറഞ്ഞത്. അടുത്ത കൊല്ലത്തിലൊരു യാക്കിനെ കൊന്നിട്ട് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നാലേ ഇനി സാധനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും റയറായിരുന്നു. നമുക്ക് ഒറ്റ സൂപ്പേ കിട്ടിയുള്ളൂ. അത് 1/2 ഷെയർ ചെയ്യാനേ പറ്റിയുള്ളൂ. ഞാനൊരു ഫുഡ് ബ്ലോഗർ ആയാലോ? എൻ്റെ ഏരിയയുടെ ഫുഡ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവനെ ഫുഡ് ബ്ലോഗർ ആക്കണോ വേണ്ടേ? എനിക്ക് എതിരാളിയാവോ? താലി മീൽസ് ആണ് ഇവരുടെ. ഇത് ചിക്കൻ, അത് മട്ടനാണ്. ഇത് 2 മട്ടനാണ്. ഇത് ഫിഷാണ്. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ പപ്പടം എന്താ ടേസ്റ്റ് അറിയോ? അങ്ങനത്തെ വാങ്ങണമെന്നുണ്ട്. വേണോ? ബാർബിക്യൂ വേണോ? എനിക്ക് വേണം. എടുക്കട്ടെ. തമാൽ സ്ട്രീറ്റിലൂടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുകയാണ് നേപ്പാളില്. പക്ഷേ ചെറുതായി ഒന്ന് പാളി. ഞങ്ങള് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയത് സാറ്റർഡേ നൈറ്റ് ആയി പോയി. സാറ്റർഡേ നൈറ്റ് ഞങ്ങളുടെ കൂടെ മൂന്നാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയ ഞങ്ങളുടെ ടീം ഇപ്പുറത്ത് ഞങ്ങളെ ഫേസ് ടു ഫേസ് വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. ആക്ച്വലി സാറ്റർഡേ നൈറ്റ് ഇവിടെ അവധിയാണ്, ഹോളിഡേ ആണ്. നമ്മുടെ നാട്ടിലെ കടകളും അടച്ചിട്ടുണ്ട്. ഞായറാഴ്ച പോലെ ആണ് ഇവിടെ ശനിയാഴ്ച.
അപ്പം വളരെ കുറച്ച് കടകളേ ഉള്ളൂ. ഫുഡ് അടിപൊളിയായിരുന്നു, പക്ഷെ ഫുഡൊക്കെ വളരെ കുറച്ച് ഷോപ്സ് കണ്ടോ ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞ ഭയങ്കര ഭംഗിയാ കാണാൻ. പൊളി, എന്താ ഭംഗി കാണാൻ. നമുക്ക് വീട്ടിലേക്ക് എടുത്തുണ്ടാവും തോന്നും. നമ്മള് എത്രയോ 10,000 ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ഈ വലിയ ബ്രീഡുകളുടെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു ഫിസിക്കും മസ്കുലർ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു. പക്ഷെ ഉണ്ടല്ലോ നമ്മളെ അവിടെയുള്ള ഈ റോഡിലുള്ള സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ എങ്ങനെയാ ഉണങ്ങി മെലിഞ്ഞ് പാവങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെയല്ല. ഇവര് ഗുണ്ടുമണികള് മാത്രല്ല ഭയങ്കര നല്ല തൊപ്പൊക്കെ ആയിട്ട് ഭയങ്കര ക്യൂട്ട് ഫേസ് ഉള്ള, കണ്ടെടുത്തോണ്ട് പോകാൻ തോന്നും അങ്ങനത്തെ. അതൊക്കെ ട്രെയിൻ ചെയ്യിച്ച കിഡിലൻ മറ്റേ ഡോഗ്സ് ആവുന്ന മുതൽ സാധനങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള ഒരു ക്വാളിറ്റി ഇവിടെ ഇല്ലാത്തൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്ത സാധനം എന്താ വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യും പബ്ലിക് സ്പേസിൽ നിന്ന്. അതിങ്ങനെ പുക ഊരി ബാക്കിയുള്ളവരൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട്. അത് ഇപ്പൊ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ ചോദിച്ചാൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. ഭയങ്കര തണുപ്പ്, അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആൽക്കഹോൾ ഉണ്ട്, പക്ഷെ ആൽക്കഹോളിക് ആയിട്ട് അങ്ങനെ കടകളിലും അലമ്പായി നടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അലമ്പ് പിടിച്ച് നടക്കുക അങ്ങനത്തെ ഒന്നുമില്ല. കാരണം യൂറോപ്യൻസ് ഒക്കെ ഒരുപാട് വരുന്നതാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ആൽക്കഹോളിനൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ്. അടിച്ച അലമ്പാവൂല. ആകെ തോന്നിയൊരു പ്രശ്നം ഈ സ്മോക്കിംഗ്. ഇങ്ങനെ ഇത് അവര് മാത്രല്ലല്ലോ, നമ്മളൂടെ അതിന് ഇരയാവല്ലേ. ഇവരിങ്ങനെ ഭയങ്കര സ്മെല്ല് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോഴേ നമ്മൾ പർച്ചേസിനൊക്കെ പോകുമ്പോൾ. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇത് പ്ലാൻ ചെയ്തില്ല. നമ്മൾ വേഗം ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് പോരാന്നേ കരുതിയിരുന്നുള്ളൂ. അതിലാകെ പർച്ചേസ് മാത്രം നടന്നിട്ടില്ല, ഫുഡ് കഴിക്കൽ നല്ലോണം. പർച്ചേസ് അതിനെ കുറിച്ച് നല്ല പറയണം. പർച്ചേസ് എന്ന് പറഞ്ഞിട്ടല്ലോ ഇവിടെ നമ്മുടെ ഓരോ ജാക്കറ്റ്, അതുപോലെ ഇവരുടെ ഓരോ സാധനം ക്വാളിറ്റി ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല പ്രൈസാ. 4000, 6000, 100 രൂപേന്റെ സാധനം ഒന്നും ഇവിടെ ഇല്ല തന്നെ. അതെന്താ സംഭവിച്ചോ, ഒന്ന് നമ്മുടെ ഇന്ത്യൻ മണി ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ₹1.60 അങ്ങോട്ട് കുറവ് എന്തോണ് നേപ്പാളി. അപ്പോ അതിന്റെ പ്രൈസ് ഒരു കൂട്ടിയിരുന്ന പിന്നെ ഫോറിനേഴ്സ് ഒക്കെ അല്ലേ വരുന്നത്. ഞങ്ങള് പറഞ്ഞത് എന്തൊരു ക്യൂട്ടാ പഠിച്ചു. നോക്ക്, ഇതൊരു സ്ട്രീറ്റ് ഡോഗ് ആണ്. അച്ഛന്റെ രോമൊക്കെ നോക്കി. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ ട്രിപ്പിലുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് അച്ഛൻ, അമ്മ, ഇത് ഞങ്ങളുടെ ഓപ്പോളും ഹസ്ബൻഡും. ഉണ്ണി എന്നാണ് പേര്, സുജ എന്നാണ് ഓപ്പോളുടെ പേര്. പിന്നെ ഇവരുടെ മക്കള് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് എന്തൊക്കെയാ നടന്നത് എന്ന് പറഞ്ഞുതരാം. നമ്മള് എപ്പോഴാ പോന്നെ? ഇന്നലെയാണോ മിനിയാന്നാണോ പോന്നെ? ഷോർട്ടായിട്ട് പറഞ്ഞാൽ എപ്പോഴാണ് വന്നു? ഇന്നലെ ഈവനിങ് ഞങ്ങള് ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈവനിങ് കണ്ണൂരെത്തി, നൈറ്റായി. അതിനുശേഷം പ്ലെയിൻ കയറി നേരെ രാവിലെ പുലർച്ചയ്ക്ക് 1:45 ആയപ്പോൾ ഞങ്ങൾ ഡൽഹി എത്തി. നേരെ റൂമിലേക്ക് പോയി. 3 മണിക്കായി. അത് കഴിഞ്ഞ് ജസ്റ്റ് കിടന്നുറങ്ങി. 6 മണിക്ക് എണീറ്റു. പിന്നെ നേരെ കാഠ്മണ്ഡുവിലേക്ക്. കാഠ്മണ്ഡുവിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഇവിടെ എത്തി. അങ്ങനെ കാഠ്മണ്ഡുവിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് കാഠ്മണ്ഡുവിൽ തന്നെ ഇപ്പൊ നമ്മളുള്ളത്, അത് വേറെ കാര്യം. നമ്മളെ റൂമിലെത്തി. എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് റൂമിലെത്തി. എയർപോർട്ടിൽ നിന്ന് പിക്ക്. അത് കഴിഞ്ഞ് നമ്മളിപ്പോ എപ്പോഴെത്തിയ? രാവിലെ തിരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഉച്ചക്ക് എത്തി. 3 മണിക്ക്. അയ്യോ 3 മണിക്കായി ഞങ്ങൾ എത്തിയപ്പോ. അത് കഴിഞ്ഞ് ഫ്രഷായി ജിഷ്ണേട്ടൻ കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയെന്നോ 2-3 മിനിറ്റ് അങ്ങോട്ട് കണ്ണടച്ചാണ് ഉറങ്ങി. കുളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്ത് വെറുതെ ഒന്ന് പർച്ചേസിന് പോയത്. അപ്പൊ അവിടുത്തെ വില കണ്ട് ഞങ്ങൾ ഇവിടെ തമാൽ സ്ട്രീറ്റ്സിൽ തമാൽ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ എല്ലാം അടച്ചിരുന്നു. സന്തോഷം. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കടകളുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര പൈസയാണ്, ഞങ്ങൾ വാങ്ങിയില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് ആക്ച്വലി ഞാൻ പറയാം. ലഞ്ച് കഴിച്ചത് ആക്ച്വലി 4 മണിക്കാ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി ബാക്കി കണ്ടിന്യൂസ്. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ പോയി ഫുഡ് കഴിക്കാൻ, എന്തെങ്കിലും ഡിന്നർ കഴിക്കേണ്ട വെച്ചിട്ട് പോയി. അതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കുറേ ചൈനീസ് ഫുഡ്, നൂഡിൽസൊക്കെ ട്രൈ ചെയ്തു. അതിൻ്റെ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതോടെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. നമ്മളിപ്പോൾ റൂമിലേക്ക് തിരിച്ചു വന്നു. ഇനി നേരെ പോയി കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ
നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്നോട് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഗുഡ് നൈറ്റ്. നല്ല ടയേർഡാ. ഗുഡ് നൈറ്റ്. ബൈ 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 ബൈ.